നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് പുണ്യഭൂമിയിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയാണ്. അതായത് ഹിന്ദു വിശ്വാസികളുടെ പരമോന്നത ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലെ കാശി, അവിടുത്തെ കാശിയിലെ ഗംഗാസ്നാനം, അവിടുത്തെ പിതൃതർപ്പണം എന്നിവയും, അതുപോലെ തന്നെ ശ്രീരാമ ജന്മഭൂമി എന്നറിയപ്പെടുന്ന അയോധ്യയിൽ തന്നെ പുണ്യ നദിയായ സരയൂ നദി, അതുപോലെ അലഹബാദ് അഥവാ പ്രയാഗരാജ്, അവിടുത്തെ ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്ന, അതായത് കൂടുതൽ വിശദീകരണം പറയുകയാണെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ത്രിവേണി സംഗമം, ഈ പ്രയാഗരാജ്. അവിടുത്തെ സ്നാനം, ദമ്പതി പൂജ എന്നിവയും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പരിപാടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് വിശദീകരണം നൽകുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ പറളിയിലെ ശ്രീ ചെമ്മണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവസ്വം സെക്രട്ടറിയായ ശ്രീ MK സ്വാമിനാഥൻ അവർകളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അവിടുത്തെ സരയൂ നദിയെക്കുറിച്ചുള്ള കുറച്ച് വിശദീകരണം നൽകുന്നുണ്ട്. കുറച്ച് ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ചില ക്ഷേത്രങ്ങളിൽ ഈ ക്യാമറയോ മറ്റോ മൊബൈലോ ഒന്നും അതിനകത്തേക്ക് കടത്തുന്നില്ല. അതുകൊണ്ടാണ് ചില വീഡിയോകൾക്ക് ഞങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും പരമാവധി ഞങ്ങളാൽ ആവുന്ന വിധം ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും പുണ്യഭൂമിയിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ കുറേ സമയമുള്ളതിനാൽ എല്ലാ ഭാഗവും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ആ ക്ഷേത്രങ്ങളിലും മറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കുറച്ച് വീഡിയോ മാത്രമേ ഞങ്ങൾക്ക് ഈ എപ്പിസോഡ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് ഈ പാർട്ട് 1 എന്ന ഞങ്ങൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രണ്ടാം പാർട്ട് 2 ഉടൻ തന്നെ മന്ത്ര മീഡിയയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത്, ഇതിൽ ശ്രീ സ്വാമിനാഥൻ അവർകൾ പറയുന്നത് ഒരു തരത്തിലും ഒരിക്കലും ഒരു വർഗീയതയോ ഒന്നുമല്ല. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, ഇതെല്ലാം സത്യമാണ്. അല്ലാതെ ഈ വീഡിയോ ഇതിൽ പറയും വർഗീയത ഒന്നുമേ ഇല്ല ഇതിൽ. അത് പ്രത്യേകം പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്. ഇതിലൊരു വർഗീയതയല്ല. ഈ പറയുന്നതെല്ലാം വളരെ കൃത്യതയോടെയും വളരെ തെളിവോടുകൂടിയും എല്ലാം കൂടി ചരിത്രത്തിലുള്ളതും കൂടിയാണ് ശ്രീമാൻ സ്വാമിനാഥൻ അവർ ഇതിൽ പറയുന്നത്. അല്ലാതെ ഇതിലൊരു വർഗീയതയും ഒന്നുമല്ല. അത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും അവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഇതിൽ വർഗീയതയൊന്നുമില്ല എന്ന് വീണ്ടും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ.
അതെ ഇറങ്ങേണ്ടവരെ ഇറങ്ങിക്കോളെ, അതെ ഇറങ്ങിക്കോളെ. നമസ്കാരം. ഇത് എൻ്റെ പിന്നാലെ കാണുന്നതാണ് ഗംഗാതീരം. ഇത്രയും പേര്, ഏകദേശം ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ ബലിതർപ്പണത്തിനും അതുപോലെ ക്ഷേത്ര ദർശനത്തിനും വേണ്ടി വന്നവരാണ്. ഇത്രയും ഇതാണ് ഗംഗാതീരം. ബാക്കിൽ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് പേരാണ് ദിവസക്കണക്കിന് വരുന്നത്. ബാക്കിൽ കണ്ടാൽ അറിയാം. ഇപ്പോൾ ഞങ്ങളും കുറച്ച് പേര് 10-21 പേര് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ വന്നിട്ട് വീഡിയോ കണ്ട് മനസ്സിലാകും. കുറച്ച് പേര് 10-20 പേര് ഗംഗാ ബലിതർപ്പണത്തിന് പിതൃതർപ്പണത്തിന് ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ട് നോക്കാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് എൻ്റെ പിന്നാലെ കാണുന്നത് ഗംഗാതീരമാണ്. ഗംഗാതീരത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്ഷേത്ര ദർശനം പല ഭാഗത്തു നിന്നും, ഇന്ത്യയിൽ നിന്ന്, ലോകത്തു നിന്ന്, എല്ലാ ഭാഗത്തു നിന്നും, ഇന്ത്യ എന്നല്ല എല്ലാ ഭാഗത്തു നിന്നും ഓരോ ലക്ഷക്കണക്കിന് ആളുകളെ വന്നിട്ടുള്ളത്. ബാക്കിൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് അതുപോലെ ഞങ്ങളുടെ ടീമും കുറച്ച് പേര് 10-20 പേര് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും കുറച്ച് പേര് ബലിതർപ്പണത്തിൽ ഇരുന്നിട്ടുണ്ട്. അതിന് വീട് നമുക്ക് അത് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ऐसे करो, इस तरह ऐसे इस तरह। अयोध्या अयोध्या मथुरा माया कांची अवंतिका काशी पूरी द्वारावती मोक्षदायक समस्त संकल्प 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 गंगा नमस्कारम, सूर्य नमस्कारम, लाल दिशा नमस्कारम. ऐसे महामासमगुण महा तो इंडा पिंडा सब केरला आई. ओम पवित्रवाहा 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 पुनानो ओम पवित्रधारं समर्पयामि नमो नमः. ओम पवित्रवाहा 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 അമ്മ ഇവിടെ അമ്മയുടെ അടുത്ത്
നമ്മളെടുത്ത് ഇത് പേര് ചേച്ചി നമ്മളെടുത്ത് എവിടെ അങ്ങോട്ട് പോവാ എവിടെ എന്നാ നടക്കി ഒരാളുടെ അഭിപ്രായത്തിൽ നടക്കി അങ്ങനെ നടക്കി മറ്റവരുടെ നിങ്ങൾ നടക്കി പേര് ബാബുട്ട് പേര് വിളിക്കും ബാബുട്ടാ മൊത്തത്തിൽ എല്ലാവരും വിളിക്കും ഇവിടെ കയർ തന്നെ ഇടല്ലേ और को तबारी आइए जा रहे हैं क्या लो अपना अर्थे का ध्यान दीजिएगा। गंगा जी का जलस्तर बढ़ा हुआ है, अब पानी घट रहा है। कहीं काफी गड्ढा पानी है, नीचे मरी भी है, गहरा पानी है। आपसे अनुरोध है धीरे धीरे उतर के कमर भर पानी में स्नान करें। ज्यादा गहरे पानी जाने का चिंता नहीं करेंगे आप।